ഒരു 2 വർഷക്കാലം കൊറോണയുടെ ഭീതിയിൽ എല്ലാവരും ഉള്ളിൽ തന്നെയായിരുന്നു. വീട്ടിനകത്ത് അതീവ സുരക്ഷിതമായൊക്കെ ഇരിക്കുകയായിരുന്നു. അതിനു മുമ്പ് പ്രകൃതിയിലോട്ടൊന്ന് കണ്ണോടിക്കാമെങ്കിൽ എപ്പോഴും പുകമയമായ ഒരു അന്തരീക്ഷമായിരുന്നു. പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ പുക വല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് നഷ്ടപ്പെട്ട പ്രകൃതിയുടെ പച്ചപ്പൊക്കെ എവിടെയോ തിരിച്ചു വന്നു. അന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ന് ഡിസംബർ 2 ലോക മലിനീകരണ ദിനമാണ്. മലിനീകരണത്തെക്കുറിച്ചും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ വിപത്തുകളെ പറ്റി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലോക മലിനീകരണ ദിനമായിട്ടാണ് ഇന്ന് ആചരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ ഇന്ന് ശ്വാസകോശ രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പലപ്പോഴും പറയും, പലരോടും പറയും, വാഹനമുള്ള ആൾക്കാരോടൊക്കെ പറയും, നിങ്ങൾ പുകയൊന്ന് പരിശോധിക്കണം. ചില വാഹനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നതാണ്, നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്ക് കറുത്ത നിറത്തിലുള്ള പുക ഇങ്ങനെ പോകുന്നു. ഏതെല്ലാം തരത്തിലുള്ള മാരകമായ രോഗങ്ങളാണ് നമ്മളെ സമ്മാനിക്കുന്നത്. അപ്പോൾ ഈ പുകയെല്ലാം എങ്ങോട്ടാണ് വരുന്നത്? ഫാക്ടറികളിൽ നിന്ന് ഉയർന്നു പോകുന്ന എങ്ങോട്ടാണ് വരുന്നത്? ഇതെല്ലാം നമ്മുടെ പ്രകൃതിയിലേക്ക് തന്നെയാണ് വരുന്നത്. തീർച്ചയായിട്ടും ഈ ഡിസംബർ 2 ലോക മലിനീകരണ ദിനത്തിൽ എപ്പോഴും ഓർത്തോളൂ, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ കടമ തന്നെയാണ്. മോർണിംഗ് ഡ്രൈവാണ്, കൂടെയുണ്ട് RJ മത്തായി.